ഇന്ന് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു നാട്ടിൽ തന്നെ നിൽക്കുവാണോ അതോ പോകുവാണോ എന്ന്. നമ്മൾ പോവുകയാണ് കേട്ടോ. കാരണം 10-14 ദിവസം 2 ആഴ്ച എന്ന് പറയുമ്പം പാത്തുവാണെങ്കിലും അവിടെ ഒറ്റയ്ക്കാണ്. പാത്തുവിനെ കാണാതിരിക്കാനും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അമ്മയ്ക്കാണെങ്കിലും ഇടയ്ക്ക് വേദനയൊക്കെ, ഇപ്പോൾ തണുപ്പായിട്ടുണ്ട് ബാംഗ്ലൂർ, അപ്പം വേദനയൊക്കെ ഇടയ്ക്ക് കൂടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ദിനുവിനാണെങ്കിലും ലീവ് എടുക്കാൻ പറ്റത്തില്ല അത്രയും ദിവസത്തേക്ക്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ചക്കയൊക്കെ മുറിച്ച് വെച്ചിട്ട് ചോറുണ്ണാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിയലെടുത്തപ്പം അതിനകത്തുനിന്ന് തൊട്ട് കഴിക്കുകയാണ് കേട്ടോ തനുവിന് നമ്മൾ നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എനിക്കും കൂടെ ഒന്ന് വിളമ്പുവാണ്. തനു ആണെങ്കിൽ അമ്മ എടുത്ത് പിടിച്ചതിനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോറിൻ്റെ കറികൾ മാമ്പഴക്കൂട്ടാൻ, പിന്നെ പയറ് മെഴുക്കുവരട്ടി, നത്തോലി പീര വെച്ചതും നത്തോലി വറുത്തതും ഉണ്ടായിരുന്നു, അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാമ്പഴക്കറി ആണെങ്കിൽ എന്നും ഉണ്ടാക്കും അമ്മ. കാര്യം എന്താണെന്ന് വെച്ചാൽ തനു അത് കൂട്ടിയിട്ടാണെങ്കിൽ കുറച്ച് ചോറുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഒഴിച്ചുകറിയായിട്ട് ഈ ഒരു മാമ്പഴക്കറിയാണ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് വെക്കുന്നത് കേട്ടോ. പിന്നാണെങ്കിൽ അച്ഛനും ഞാനും പിള്ളേപ്പൂപ്പനും കൂടെയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. തനുവിനെ വെച്ചുകൊണ്ട് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ദിനുവാണെങ്കിൽ വെളിയിലോട്ട് പോയതായിരുന്നു. അങ്ങനെ അച്ഛൻ കഴിച്ച് കഴിഞ്ഞ് തനുവിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകാറായപ്പോഴത്തേക്കും അച്ഛൻ ചക്ക വെട്ടാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ചക്ക വെട്ടിയിട്ട് കുറച്ച് ചുള ബാംഗ്ലൂർക്ക് തന്നു വിടാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വെട്ടിപ്പെറുക്കാനൊന്നും വയ്യ, കൈക്കൊക്കെ വേദന ആയതുകൊണ്ട്. അപ്പോൾ തന്നു വിടുവാണെങ്കിൽ പുളിച്ചു പോയില്ലെങ്കിൽ ചക്ക വേവിക്കാമെന്നും പറഞ്ഞാട്ടോ. അങ്ങനെ അച്ഛനും പിള്ളേപ്പൂപ്പനും കൂടി ഇരുന്ന് ചക്കയൊക്കെ വെട്ടിപ്പെറുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന തുണിയൊക്കെ തിരിച്ച് പായ്ക്കുകയാണ്. അപ്പോൾ ഏറ്റവും എനിക്ക് മടിയുള്ള കാര്യം ഇതാണ്, ഈ യാത്ര ചെയ്യുമ്പം പാക്കിങ്ങും അൺപാക്കിങ്ങും. തിരിച്ച് എന്നിട്ട് ഇതൊക്കെ എടുത്തു വെക്കാനാണ് കേട്ടോ ഏറ്റവും പാട്. അപ്പം അമ്മ തുണിയെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പാക്ക് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ തുണിയൊക്കെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ ചക്ക ഒക്കെ വെട്ടിയെടുത്തത് കവറിലോട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. തനുവാണെങ്കിൽ ചക്കച്ചുള എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു കൊടുക്കണ്ട, യാത്ര ചെയ്യാനുള്ളതാ, പണി കിട്ടിയാലോ രാത്രിയല്ല ഗ്യാസും കയറി വഴക്കായ എന്ത് ചെയ്യും, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് ഇങ്ങനെ പറയായിരുന്നു. ഇനിയുണ്ടല്ലോ പോകാൻ നേരവും വരാൻ നേരവും ഒക്കെ ആണെങ്കിൽ അച്ഛനോട് വേണ്ടാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം പാക്ക് ചെയ്ത് തന്നോളൂ കേട്ടോ. ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ തന്നു വിടും. അപ്പോൾ വെയിറ്റാണ്, കുഞ്ഞിനെ ദിനു എടുക്കണം, സാധനങ്ങളും ദിനു തന്നെ എടുക്കണം. അപ്പോൾ ഉഷാമ്മ ഞങ്ങളുടെ കൂടെ പോരുന്നില്ല കേട്ടോ. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെ ആ കാര്യങ്ങളെന്ന് അറിഞ്ഞിട്ടാട്ടെ എന്ന് വിചാരിച്ചാണ് ഉഷാമ്മയെ കൊണ്ടുപോകാതെ പോരുന്നത്. അപ്പോൾ അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ ദിനുവിന് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് പാക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അച്ഛൻ എന്തൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തനുവാണെങ്കിൽ അമ്മൂമ്മയോട് കുറച്ചധികം സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പോകുകയെന്ന് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റെഡിയായി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ബസ് 6:45 അപ്പോൾ 6 മണി ആയപ്പോഴത്തേക്കുമാണ് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് വരുന്നത്. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തനുവിനെയും റെഡിയാക്കി അങ്ങനെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങണം. അപ്പോൾ അമ്മയോട് ഞാൻ യാത്ര പറയാണ്, പോയിട്ട് വരാമെന്ന്. അപ്പോൾ അമ്മ പറയാം കുളിക്കാൻ പോലും സമയം കിട്ടിയില്ലെന്ന്. കാരണം എല്ലാം കൂടെ അവസാനമായപ്പോഴത്തേക്കും ധൃതിയായപ്പോൾ അമ്മയ്ക്ക് കുളിക്കാൻ കയറാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് ഇനി കുളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ ഉള്ള ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം രാവിലെ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട്, ദിനന് ചെന്നിട്ട് ഓഫീസിൽ പോകേണ്ടതായതുകൊണ്ട് നേരത്തെയുള്ള ബസ് തന്നെ ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഹരിപ്പാട് വന്നിട്ട് തനുവിനാണെങ്കിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ ഫുള്ള് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നതല്ലേ. അപ്പോഴേ എനിക്ക് ഡൗട്ടായിരുന്നു എന്തെങ്കിലും ഒരു വയ്യാഴിക വരുമെന്ന്. കാരണം അവൾ എല്ലാവരുടെയും കൂടെ പോകുകയും അടങ്ങിയിരിക്കുകയൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പനിയോ ചുമയൊക്കെ വരും കേട്ടോ. അവൾക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പായിരുന്നു എന്തെങ്കിലും ഒരു ഒക്കും എന്ന്. അതുപോലെ തന്നെ രാത്രി ആയപ്പോഴത്തേക്കും അവൾക്ക് ടെമ്പറേച്ചറായി. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ടെമ്പറേച്ചർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. അങ്ങനെ മരുന്നൊക്കെ കൊടുത്താൽ കിടത്തിയത്. ഉറങ്ങാനൊന്നും അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ രാത്രിയിൽ അവർ ഇടയ്ക്ക് നമുക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ബസ് നിർത്തി തരും. പിന്നെ അതുപോലെ ബസ് നല്ല ബസ്സായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് ക്യാബ് കാത്തു നിന്നു. അപ്പോൾ പാത്തു സ്കൂളിൽ പോകുന്നതിന് മുന്നേ ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ഞങ്ങളിതാ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുകയും പാത്തുവിൻ്റെ ബസ് പോകാൻ കൂടെ ഒന്നിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് അമ്മ പാത്തുവിനെ വിട്ടിട്ട് ഇതാ നടന്നു പോകുന്നുള്ളൂ കേട്ടോ. എന്തായാലും അവൾ വലിയ കുഴപ്പമില്ലായിരുന്നു, ഒന്നും പറഞ്ഞൊന്നുമില്ല. അവളങ്ങ് പോയി കേട്ടോ. വൈകിട്ട് വരുമ്പോൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അമ്മമ്മയെ കണ്ടത് അമ്മമ്മയുടെ കയ്യിലോട്ട് ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. തനുവിന് നല്ല ക്ഷീണവും വയ്യാഴികയൊക്കെയാണ് കേട്ടോ. എല്ലാ തവണയും നാട്ടിൽ പോയി വരുമ്പോൾ ഒരു പനിയും ചുമയും ഉറപ്പാണ് കേട്ടോ. ഇത്തവണ ഇപ്പം എനിക്കും സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. എനിക്കും ആശുപത്രിയിൽ പോയിരുന്നതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ തൊണ്ടവേദനയും ചെറിയൊരു കഫക്കെട്ടും ഒക്കെ എനിക്കും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താവുമെന്ന് അറിയത്തില്ല.
അപ്പോൾ ഇതാ നമ്മൾ വന്നപ്പോൾ ബാംഗ്ലൂർ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോഴത്തെ ക്ലൈമറ്റ് അല്ല, തിരിച്ച് വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് അമ്മയ്ക്കിപ്പോൾ വേദനയൊക്കെ കൂടിയിരിക്കുന്നത്. പിന്നെ ദിനു വേഗം റെഡിയായി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനും കയ്യോടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ദിനു ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്തായാലും തനു ഇന്ന് കരഞ്ഞൊന്നുമില്ല കേട്ടോ. ഇതിന് പോകുന്ന കണ്ടിട്ടും അവൾക്ക് ആകെ ക്ഷീണവും വയ്യാഴികയും പിന്നെ കരച്ചിലും ബഹളവും ഒക്കെയാണ്. പിന്നെ വൈകിട്ടായപ്പോൾ ഇതാ നമ്മുടെ പാത്തുക്കുട്ടൻ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം പാത്തുവിനെ കാണാനായിട്ട്. അവൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് തനുവിനെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തനുവിനെ മിസ് ചെയ്യുന്നു, തനു എന്നോട് മിണ്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ പാത്തുവിനെ ഇത്രയും നാളും മാറ്റി നിർത്തുന്ന കേട്ടോ. ഒരാഴ്ചയോളം ആയി ഏകദേശം. അപ്പോൾ അവളെ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സമാധാനവും സന്തോഷമായിരുന്നു. അവളും ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും അവൾ വഴക്കൊന്നും ഇല്ലാതെ അമ്മൂമ്മയുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത കുട്ടിയായിരുന്നു. പക്ഷേ അവളൊരു കുഴപ്പമില്ലാതെ അമ്മമ്മയുടെ കൂടെ ഹാപ്പി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ.